ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തബ്നയിൽ കണ്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കംപ്രസറുകളെ കുറിച്ചാണ്. രണ്ട് തരത്തിലുള്ള കംപ്രസറുകൾ വരുന്നുണ്ട്. ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറാണ്, ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ. അത് തന്നെ ഈ കംപ്രസർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. രണ്ട് വീഡിയോകളുണ്ട്, രണ്ട് പാർട്ടുകളായിട്ട് ചെയ്തില്ല. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപകാരത്തിലാവും. അപ്പോൾ കംപ്രസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അന്തരീക്ഷത്തിലെ നമ്മൾക്ക് ശ്വസിക്കുന്ന ഈ ഒരു വായുവിനെ ടാങ്കിലേക്ക് മാറ്റി ആ ടാങ്കിൽ നിന്ന് വിതരണം ചെയ്യുക. അതായത് വൈദ്യുതോർജ്ജത്തെ നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് കംപ്രസർ പ്രവർത്തിപ്പിക്കുക. ആ വൈദ്യുതോർജ്ജത്തെ ഗതികോർജ്ജമാക്കി മാറ്റുകയും അത് അന്തരീക്ഷത്തിലെ വായുവിനെ ഒരു ടാങ്കിലേക്ക് സംഭരിക്കുകയും വിതരണം ചെയ്യുന്ന ഒരു യന്ത്രമാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കംപ്രസർ. കംപ്രസർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ. ഒന്ന്, ഏറ്റവും കൂടുതൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പെയിൻറ്റർമാർക്ക് വേണ്ടിയിട്ടാണ്. പെയിൻറ്റർമാർ ഉപയോഗിക്കുന്നു, അതുപോലെ വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ വണ്ടി പോളിഷ് ചെയ്യുന്ന ആവശ്യങ്ങൾക്കും വണ്ടിയുടെ ടയർ അഴിക്കാനും ടയർ കൊടുക്കാനും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് എയർ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കംപ്രസറിൽ രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തത് ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ, രണ്ടാമത്തെ ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ. അപ്പോൾ നിങ്ങളൊരു കംപ്രസർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഒരു കംപ്രസർ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏത് കംപ്രസർ വാങ്ങണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ കംപ്രസറിൻ്റെ പ്രത്യേകത വിളിക്കാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് കംപ്രസർ വാങ്ങാൻ വേണ്ടി പോകുന്നു. ചേട്ടാ ഒരു കംപ്രസർ വേണം. അപ്പോൾ ആദ്യം തന്നെ അവർ നമുക്ക് കാണിച്ചിരുന്നത് ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ ആയിട്ടുള്ള ഇതുപോലത്തെ കംപ്രസറായിരിക്കും. ഈ കംപ്രസറിൻ്റെ ഗുണങ്ങൾ ദൂഷ്യങ്ങളൊക്കെ എന്താ നമുക്ക് പഠിക്കാം. ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറുകൾക്ക് വലിയ ശബ്ദമായിരിക്കും. എങ്ങനെയാണെന്നല്ലേ, നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ കംപ്രസറുകൾ നല്ല ശബ്ദമായിരിക്കും. അതുപോലെ തന്നെ ക്വിക്കായിട്ട് സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ ഉടനെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പെട്ടെന്ന് മെഷീനിലേക്ക് കാറ്റ് നിറയും. അതുപോലെ മെഷീനിൽ നിന്ന് കാറ്റ് കഴിയുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഏത് ടാങ്കർ നിറയുന്നു അതുപോലെ അങ്ങോട്ട് പോയിട്ട് തീരുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മൾ ടെക്സ്റ്ററുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കംപ്രസറാണ് ഈ ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കംപ്രസർ. അതുപോലെ സ്റ്റോൺ ചെയ്യുക, ഇതുപോലത്തെ വർക്കുകൾക്ക് ഏറ്റവും നല്ല കംപ്രസർ നമ്മളെ ഈ ഡയറക്റ്റ് ഡ്രൈവ് ആയിട്ടുള്ള ഈ ഒരു കംപ്രസറാണ്. കാരണം പെട്ടെന്ന് മെഷീനിൽ വായു ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് പുറത്തേക്ക് വായു കിട്ടുകയും ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പണികൾ തീർക്കാം. ആ ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഈ ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ എന്ന് പറയുന്നത് ഒരു പെയിൻറ്റർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ പ്രവർത്തനം കൂടുതലാണ്. മറ്റേ ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ പോലല്ല, ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഇതിന് പെട്ടെന്നുള്ള തേയ്മാനങ്ങൾ വരും. അതുപോലെ തന്നെ പെട്ടെന്ന് സർവീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സർവീസ് വരികയാണെങ്കിൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചത് പ്രവർത്തനം ആരംഭിച്ച് കഴിയുമ്പോൾ നല്ല ശബ്ദത്തിൽ ഇത് പ്രവർത്തിക്കും. അതുപോലെ തന്നെ നല്ല വായു സ്പീഡിൽ വേഗത്തിൽ ഇതിലേക്ക് വായുവിനെ ഇത് വലിച്ച് ഉള്ളിലേക്ക് ആയിട്ടൊന്നും ടാങ്കിൽ സംഭരിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെ ഈർപ്പം നന്നായിട്ട് ഈ ഒരു കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് കയറുകയും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് ഗണ്ണിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എയർ ഫിൽറ്ററൊക്കെ വെക്കാം, അത് വേറെ കാര്യം. അല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറിലാണ്. അതുപോലെ തന്നെ ഓയിലിൻ്റെ കണ്ടന്റ്, കാരണം ഇത് പിസ്റ്റൺ വർക്ക് ചെയ്യുന്നു, സ്വിച്ചിടുമ്പോൾ ഡയറക്റ്റ് മെഷീൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഓയിലിൻ്റെ ഒരു അതിൻ്റെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് വശം എനിക്കറിയില്ല. ഈ പിസ്റ്റൺ അങ്ങനെ മേലേക്കും താഴേക്കും പിസ്റ്റൺ അടിച്ചിട്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഓയിലിൻ്റെ ഒരു കണ്ടന്റ് കൂടിയും ഈ ഒരു വായിലൂടെ വന്ന് ഈ ഗണ്ണിലൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാധ്യതകളല്ല, നിർബന്ധമായിട്ടും വരും. കാരണം കംപ്രസറായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഓയിൽ കണ്ടന്റ് വരുന്നതും അത് ഒരു സർഫേസിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ കൃത്യമായിട്ട് ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു വാഹനം പെയിന്റ് ചെയ്യുന്ന ആളാണ് കംപ്രസർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും അനുയോജ്യമായിട്ടുള്ളൊരു കംപ്രസർ അല്ല ഈ ഒരു ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ എന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫിനിഷായിട്ട് സെറ്റ്
കറക്റ്റായിട്ട് പോളിഷ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്കും ഇത് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള കംപ്രസർ അല്ല. ഗ്ലോസി ടൈപ്പ് പോളിഷൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാതിൽ ജെല്ലൊക്കെ കിടത്തി വെക്കുന്നു. എന്നിട്ട് മേലെ നിന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരുന്ന സമയത്ത് കംപ്രസറിന് വരുന്ന ഒരു വെള്ളത്തിൻ്റെ അംശം ഗണ്ണിൽ നിന്ന് ഇങ്ങനെ താഴെ ആ ഗ്ലോസിയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ? അപ്പോൾ അതിന് ഫിൽറ്റർ വെക്കാം, അത് മറ്റൊരു വശം. പക്ഷെ എന്നാലും അതിനൊരു പരിധിയുണ്ട്. നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. പടപടേന്ന് മെഷീൻ്റെ ഉള്ളിലേക്ക് കാറ്റ് നിറയും. ടെക്സ്റ്റ് സ്റ്റോണൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിലുള്ള മെഷീനുകൾ വേണം. അങ്ങനത്തെ കേസുകൾക്ക് ഈ ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ എന്ന് പറഞ്ഞാൽ സൂട്ടബിൾ ആണ്. ഇനി നമുക്ക് ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിനെ പറ്റി ഒന്ന് നോക്കാം. ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കംപ്രസറാണ്. പേഴ്സണലായിട്ട് ഞാൻ ഒരു പെയിൻറ്റർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കംപ്രസറാണ് ഈ ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ശബ്ദം വളരെ കുറവായിരിക്കും. ചെറിയ ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തത്, അതിൽ മോട്ടർ പ്രവർത്തിക്കുന്നു. മോട്ടറിൽ നിന്ന് ബെൽറ്റ് വന്നിട്ട് യന്ത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ വായു പതുക്കെ ഉള്ളിലേക്ക് കയറുന്നു, പതുക്കെ റിലീസാവുന്നു. ടാങ്ക് നിറയാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇതിൽ വരുന്ന അന്തരീക്ഷത്തിലുള്ള വെള്ളം ടാങ്കിൽ നിറയുന്നതിൻ്റെ അളവ് ഒരുപാട് കുറയുമ്പോൾ നല്ലൊരു പരിധി വരെ ചെറിയൊരു തോതിൽ മാത്രമേ ഇതിലേക്ക് കംപ്രസറിൽ നിന്ന് പൈപ്പിലൂടെ വന്ന് ഗണ്ണിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഒരു ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിൽ. അതുപോലെ ഓയിലിൻ്റെ കണ്ടന്റ് ഒരു തുള്ളി പോലും വരില്ല. കാരണം മോട്ടറിൻ്റെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. ഒരു സ്ലോ റണ്ണിങ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഓയിൽ കണ്ടന്റുകൾ നമ്മൾ ഗണ്ണ് വഴി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വളരെ കുറവ് നമുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ഇത് സൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയൊക്കെ പെയിൻറ് ചെയ്യുന്ന ആളുകൾക്ക്. കാരണം ഇത് ടാങ്ക് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒരേ അളവിലായിരിക്കും വായു പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, വായുവിൻ്റെ ഒരു ഫ്ലോ. നമ്മൾ ഗണ്ണിലൊക്കെ ഒരു ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിലും കംപ്രസറിൽ ലോഡാവുന്നതെന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു ഫ്ലോ എല്ലാ സമയത്തും സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് തുടങ്ങുന്ന സമയത്ത്, അതുപോലെ പോളിഷ് ചെയ്യുന്ന സമയത്ത് നല്ല ഗ്ലോസി പോളിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഓളത്തിൽ അങ്ങനെ സ്മൂത്തായിട്ട് അടിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഒരു കംപ്രസറാണ് ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ കേസുകൾക്ക്, അതേപോലെ ടെക്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴ്സ് പൊട്ടി അല്ലെങ്കിൽ സിന്തറ്റിക് പ്ലാസ്റ്റർ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചർ അല്ല കേട്ടോ. കംപ്രസർ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ടെക്സ്ചർ ഡിസൈനുകളുണ്ട്. ആ ടെക്സ്ചറുകൾക്കൊക്കെ നമുക്ക് ഒന്നും കൂടി സൂട്ടബിൾ ആവുന്നത് ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറാണ്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ എയർ ഫില്ലാവും, അതുപോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. സ്പ്രേ ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ വളരെ സ്മൂത്തായിരിക്കും. കൂടുതൽ സ്റ്റോൺ ചെയ്യുന്ന വർക്ക് വരുന്ന ആളുകൾ, അതുപോലെ കൂടുതൽ ടെക്സ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കംപ്രസർ സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്താണ്. ഞാനിതൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്താണ് പറയുന്നത്. അല്ലാതെ കമ്പനിയുടെ കംപ്രസറിൻ്റെ താഴെ കാണുന്ന റിവ്യൂ വായിച്ചിട്ട് അത് പറയാമല്ലോ കേട്ടോ, മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് മെയിൻ്റെനൻസും വളരെ കുറവായിരിക്കും. മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം പറ്റിയിട്ടുള്ള കേസാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാവും. കാരണം മോട്ടർ കൂടി ഇതിലേക്ക് എക്സ്ട്രാ വരുന്നത് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ചെറിയൊരു വെയിറ്റിൻ്റെ മാറ്റം വരും. ഡയറക്റ്റ് ഡ്രൈവിനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് കൂടുതലായിരിക്കും നമ്മളുടെ ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ. ഇത് രണ്ടും ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. കമ്പനി ഏതോ ആയിക്കോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇതാണ് ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ. മോട്ടർ വരുന്നു, മോട്ടർ പ്രവർത്തിക്കുന്നു, ബെൽറ്റ് വഴി മെഷീനിലേക്ക് പോകുന്നു, അങ്ങനെ മെഷീൻ പ്രവർത്തിക്കുന്നു, കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് എയർ നിറയുന്നു, ആ വാൽവ് വഴി പുറത്തേക്ക് എയർ വരുന്നു. സെയിം സിസ്റ്റം പുറത്തേക്ക് വരുന്ന സമയത്ത് ഗ്ലോബലിൻ്റെ തന്നെ ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറാണ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു, മെഷീൻ നല്ല ശബ്ദത്തിൽ പ്രവർത്തിക്കുന്നു, നല്ല ശക്തിയിൽ വായു പുറത്തേക്ക് വരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കമ്പയർ ചെയ്യാം വലതു ഭാഗത്തുള്ള ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറും ഇടതു ഭാഗത്തുള്ള ബെൽറ്റ് ഡ്രൈവ് കംപ്രസറും. ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറിന് ശബ്ദം കൂടുതലാണ്, അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് വളരെ സ്പീഡിലായിരിക്കും. ടെക്സ്ചർ വർക്കുകൾ, സ്റ്റോൺ വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത്. നോർമൽ മാന്യമായൊരു വിലയാണ്.
സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഗണ്ണിലൂടെ വെള്ളം വരാനുള്ള സാധ്യതകളുണ്ട്. ടാങ്കിൽ വെള്ളം നിറയുന്നൊരു പ്രശ്നം ഇതിനുണ്ട്. ഓയിലിൻ്റെ അംശങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. തേയ്മാനം കൂടുതൽ വരും. തേയ്മാനത്തിനനുസരിച്ച് മെയിൻ്റെനൻസ് ചെയ്യേണ്ട ഒരു മെയിൻ്റെനൻസ് ചിലവും കൂടുതലാണ്, മെയിൻ്റെനൻസും കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഡയറക്റ്റ് ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിൻ്റെ അത്ര ഒരു വെയിറ്റ് ഇതിന് വരില്ല. ഇനി നമ്മൾ ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു ശബ്ദം ഉണ്ടാവില്ല, ചെറിയൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. വേഗത എന്ന് പറയുന്നത് നോർമൽ ഒരു സാധാരണ വേഗത. എങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സ്പീഡുണ്ട്, ആ സ്പീഡിൽ കൂടുതൽ അവൻ ഓടുകയില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനം. കാറ് പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾ, പോളിഷ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വില അല്പം കൂടുതലായിരിക്കും. പിന്നെ ടാങ്കിൽ വെള്ളം നിറയാനുള്ള സാധ്യതകളും ഗണ്ണിലൂടെ വെള്ളം പുറത്തേക്ക് വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഓയിലിൻ്റെ കണ്ടൻറ്റുകൾ ബെൽറ്റ് ഡ്രൈവ് കംപ്രസറിന് ഒരിക്കലും വരികയില്ല. പിന്നെ വേഗതയ്ക്ക് കുറവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തേയ്മാനങ്ങൾ കുറവായിരിക്കും, മെയിൻ്റെനൻസ് കുറവായിരിക്കും. അഥവാ മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ ആ മെയിൻ്റെനൻസിൻ്റെ സർവീസ് ചാർജും ഈ ഒരു ബെൽറ്റ് ഡ്രൈവിന് വളരെ കുറവായിരിക്കും. ഇത്രയും കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് കംപ്രസ്സാണ് വാങ്ങണം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കംപ്രസ് വാങ്ങുക, അടിപൊളിയായിട്ട് വർക്ക് എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന ആളുകളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കൂടുതൽ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.